ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുമ്പോൾ പിന്നീട് കിടന്ന് വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും കൈകാലിട്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ വിജയലക്ഷ്മിയെ പറ്റിയാണ് പറയുന്നത്. മകനെ സ്നേഹിക്കേണ്ട സമയത്ത് കൂടെ നിർത്തി സ്നേഹിക്കാതെ ഇരുന്നിട്ട് പിന്നീടൊരു സുപ്രഭാതത്തിൽ വളർന്ന് വലിയ പുരുഷനായതിനു ശേഷം മകൻ്റെ അടുത്ത് വന്നിട്ട് സ്നേഹം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മക്കളും ഒരു പക്ഷേ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. ഇത് തന്നെയാണ് ഈ അമ്മയ്ക്കും പറ്റിയത്. ആയ സമയത്ത് അമ്മ പാട്ടുകളുടെ ലോകത്തിലായിരുന്നു പുള്ളിക്കാരത്തിക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ന്യായീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും രണ്ടാനമ്മയുടെ ആ ഒരു സ്നേഹത്തിലും പരിലാളനയിലും ഒക്കെ വളർന്ന നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ പെറ്റമ്മയെ സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ വിജയലക്ഷ്മിയെ വന്നിട്ട് നമ്മുടെ രാധിക കുറേ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദുഃഖത്തിലെ പഴയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നമ്മുടെ ഗോവിന്ദൻ്റെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിലവിളിച്ച് കൈകാലിട്ടടിച്ച് കരയുകയാണ് നമ്മുടെ വിജയലക്ഷ്മി.